പാകിസ്ഥാനിലെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന ഇന്ത്യയുടെ നിലപാട് ശരിവെക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ലഷ്കർ-ഇ-ത്വയ്ബയുടെ ആസ്ഥാനമായ മർക്കസ് ത്വയ്ബ പുനർനിർമ്മിക്കാൻ പാക് സർക്കാർ ധനസഹായം നൽകുന്നുണ്ട്. ഈ കേന്ദ്രം പുനർനിർമ്മിക്കുന്നതിനായി ദുരിതാശ്വാസ ഫണ്ടുകൾ പോലും വകമാറ്റുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലുകൾ പ്രകാരം മർക്കസ് ത്വയ്ബ പുനർനിർമ്മിക്കുന്നതിനായി പാക് സർക്കാർ ലഷ്കർ-ഇ-ത്വയ്ബയ്ക്ക് 4 കോടി പാകിസ്ഥാനി രൂപ ഇതിനോടകം നൽകിക്കഴിഞ്ഞു. മുഴുവൻ പുനർനിർമ്മാണത്തിനും 15 കോടി രൂപയോളം ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത്. ഈ ഭീകര കേന്ദ്രത്തിന്റെ പുനർനിർമ്മാണത്തിനായി ലഷ്കർ-ഇ-ത്വയ്ബ പ്രളയ ദുരിതാശ്വാസത്തിന്റെ പേരിൽ ഫണ്ട് ശേഖരണം ആരംഭിച്ചിട്ടുണ്ട്. പ്രളയബാധിതർക്ക് സഹായം നൽകുന്നുവെന്ന് വരുത്തി തീർക്കാൻ പാക് സൈനികർക്കും ഉദ്യോഗസ്ഥർക്കുമൊപ്പം തങ്ങളുടെ പ്രവർത്തകരെ നിർത്തി ഫോട്ടോ എടുക്കുന്നതായും റിപ്പോർട്ടുകൾ പറയും. ഇതാദ്യമായല്ല ഭീകര സംഘടനകൾ ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നത്. 2005 പാകിസ്ഥാനിലുണ്ടായ ഭൂകമ്പ സമയത്ത് ലഷ്കർ-ഇ-ത്വയ്ബയുടെ മറ്റൊരു വിഭാഗമായ ജമാഅത്ത് ഉദ് ദവ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി വലിയ തുക പിരിച്ചെടുത്തിരുന്നു. എന്നാൽ ശേഖരിച്ച ഫണ്ടിന്റെ ഏകദേശം 80% ഭീകര ക്യാമ്പുകൾ നിർമ്മിക്കാനും ആയുധങ്ങൾ വാങ്ങാനുമാണ് അവർ ഉപയോഗിച്ചത്. സമാനമായ രീതി തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നതെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. ആഗോള വേദികളിൽ ഭീകരതയെ ചെറുക്കുമെന്ന് പാകിസ്ഥാൻ ആവർത്തിച്ചു പറയുമ്പോഴും അവരുടെ സൈന്യവും രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയും ലഷ്കർ-ഇ-ത്വയ്ബയെ പോലുള്ള സംഘടനകൾക്ക് നേരിട്ട് സഹായം നൽകുന്നുവെന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നു. ഈ പിന്തുണയാണ് ലഷ്കർ-ഇ-ത്വയ്ബയുടെ നിലനിൽപ്പും വളർച്ചയും ഉറപ്പാക്കുന്നത്. ഈ നീക്കത്തെ വിദഗ്ധർ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഭീകരതയോടുള്ള പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് നയത്തിന്റെ വ്യക്തമായ തെളിവാണ് ഇത്. മർക്കസ് ത്വയ്ബയുടെ പുനർനിർമ്മാണം പൂർത്തിയാകുന്നത് വഴി പാക് മണ്ണിൽ നിന്ന് ഇന്ത്യക്കെതിരെ കൂടുതൽ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. പുനർനിർമ്മാണം 2026 ഫെബ്രുവരി 5 അതായത് പാകിസ്ഥാൻ കശ്മീർ ഐക്യദാർഢ്യ ദിനമായി ആചരിക്കുന്ന ദിവസം പൂർത്തിയാക്കാനാണ് ലഷ്കർ-ഇ-ത്വയ്ബ ലക്ഷ്യമിടുന്നത്. ഇത് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി വ്യക്തമാക്കുന്നു. പാകിസ്ഥാനിലെ പഞ്ചാബിലെ ഷെയ്ഖ്പുര ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മർക്കസ് ത്വയ്ബ ലഷ്കർ-ഇ-ത്വയ്ബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിശീലന കേന്ദ്രമാണ്. 2000 സ്ഥാപിക്കപ്പെട്ട ഈ കേന്ദ്രം വെറുമൊരു ആസ്ഥാനം മാത്രമല്ല, ലഷ്കർ-ഇ-ത്വയ്ബയുടെ പ്രധാന കമാൻഡർമാരുടെ വസതിയും ഭീകരപ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനുള്ള രഹസ്യ കേന്ദ്രവുമാണിത്. കൂടാതെ രഹസ്യാന്വേഷണം, ആയുധ പരിശീലനം, സൈനിക പരിശീലനം തുടങ്ങിയ വിവിധ കോഴ്സുകൾ ഇവിടെ നടത്തുന്നു. ലഷ്കർ-ഇ-ത്വയ്ബയുടെ അൽമ മാറ്റർ എന്നാണ് ഈ കേന്ദ്രത്തെ വിശേഷിപ്പിക്കുന്നത്. പ്രതിവർഷം 1000-ഓളം ഭീകരർക്ക് ഇവിടെ പരിശീലനം നൽകുന്നുണ്ടെന്നാണ് കണക്ക്. ഇവിടെ നിന്നുള്ള ഭീകരരാണ് വിവിധ ആക്രമണങ്ങളിൽ പങ്കെടുത്തത്. ഈ കേന്ദ്രത്തിന് ഭീകര സംഘടനകളുമായുള്ള ബന്ധം വളരെ വലുതാണ്. മുൻപ് അൽ-ഖ്വയ്ദ തലവൻ ഒസാമ ബിൻ ലാദൻ പോലും മർക്കസ് ത്വയ്ബയിലെ ഒരു പള്ളി നിർമ്മിക്കുന്നതിനും അതിഥി മന്ദിരം പണിയുന്നതിനും 1 കോടി രൂപ നൽകിയിരുന്നു. ഈ വർഷം മെയ് മാസത്തിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ ലഷ്കർ-ഇ-ത്വയ്ബയുടെ മുറിത്കയിലുള്ള ആസ്ഥാനം പൂർണ്ണമായും തകർന്നിരുന്നു. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായിട്ടാണ് ഇന്ത്യൻ വ്യോമസേന ഈ മിഷൻ നടത്തിയത്. അതീവ കൃത്യതയോടെ നടത്തിയ ഈ മിഷനിൽ മർക്കസ് ത്വയ്ബയിലെ പ്രധാന കെട്ടിടങ്ങളായ ഭീകരരുടെ താമസ സ്ഥലങ്ങൾ, ആയുധപ്പുരകൾ, പരിശീലന ബ്ലോക്കുകൾ തുടങ്ങിയവ പൂർണ്ണമായും നശിപ്പിച്ചു. ആക്രമണത്തിൽ ലഷ്കർ-ഇ-ത്വയ്ബയുടെ മുറിത്ക മേധാവി അബു ജുണ്ടൽ ഉൾപ്പെടെ നിരവധി ഉന്നത ഭീകരർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഭീകരവാദത്തിന് പാകിസ്ഥാൻ താവളമൊരുക്കുന്നതിനുള്ള ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ഈ ആക്രമണം. 2008 മുംബൈയിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിലൊരാളായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും കൂട്ടാളി തഹാവൂർ ഹുസൈൻ റാണയും മർക്കസ് ത്വയ്ബ സന്ദർശിച്ചിരുന്നു. ആക്രമണത്തിന് പിന്നിലെ പ്രധാന ബുദ്ധി കേന്ദ്രങ്ങളിലൊരാളായ സഖിയുർ റഹ്മാൻ ലഖ്വിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവർ ഇവിടം സന്ദർശിച്ചത്. മുംബൈ ആക്രമണത്തിൽ പിടിയിലായ ഭീകരൻ അജ്മൽ കസബ് ഉൾപ്പെടെയുള്ളവർക്ക് ISIയുടെ നിർദ്ദേശപ്രകാരം പരിശീലനം നൽകിയത് ഈ കേന്ദ്രത്തിൽ വെച്ചാണ്. ഈ ചരിത്രപരമായ പ്രാധാന്യം തന്നെയാണ് മർക്കസ് ത്വയ്ബയുടെ പുനർനിർമ്മാണം ഇന്ത്യക്ക് വലിയ ആശങ്ക നൽകുന്നതിന് പ്രധാന കാരണം.